മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു. പറഞ്ഞ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ നേരം വെച്ചിട്ട് പോയി. ക്രൂരമായി അത്യാവശ്യമാണ് വിളിക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ ചത്ത പറയുന്നത്. അവര് ചിലപ്പോ അമ്മമാരൊക്കെ കാര്യം പറഞ്ഞു, ഇവരൊക്കെ കേട്ടമാര് കേൾക്കാത്തമാര് പറയുന്ന ഇനിയൊന്നും നോക്കണ്ട, അപ്പൊ തന്നെ അവര് പോയി മുഹൂർത്തം നോക്കി. കല്യാണത്തിന് 3 ദിവസം മുന്നേ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അതെ മറ്റൊന്ന് കല്യാണമാണ് കേട്ടോ, ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്, നീ വരില്ലേന്ന് ചോദിച്ചു. എല്ലാരും കട്ട സപ്പോർട്ടായിരുന്നു. എന്റെ ബന്ധുക്കാരൊക്കെ ബാക്കി എല്ലാവർക്കും സന്തോഷമായിരുന്നു. രാവിലെ ഒരു 6 മണിയായപ്പം എന്നെ ഇവിടെ വിളിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ എന്നിട്ട് ഞാൻ മറക്കണം ഇറങ്ങി. അത് ശരി. PSC ക്ലാസ്സിന് പോകണമെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങി. പരീക്ഷ എന്നുമ്പോൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങി. അപ്പൊ ഞങ്ങൾ എന്റെ അമ്മ എന്ത് പറഞ്ഞു, ഞാൻ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി. നമ്മൾ എന്തിന് പരീക്ഷ എന്ന് പറഞ്ഞു. ഞങ്ങൾ നല്ലതാ. ഞാൻ അന്ന് വിചാരിക്കുന്ന മൊത്തം ഒരു പെൺകുട്ടിയുടെ ജീവിതം അല്ല, പുള്ളി അന്നും ഇന്നും നെന്മമരമാണ്. ബാക്കിയുള്ളവരുടെ നന്മ അതാണ് ജീവിതം. അച്ഛനും ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ഞാൻ വിചാരിക്കുന്നപ്പോ എന്റെ മുന്നിൽ വരും. ഞാനൊന്നും അറിയണ്ട, രാവിലെ തൊട്ട് പഠിക്കുക, TV കാണുക, ചിന്തകളൊന്നുമില്ല. വീട്ടിലെ കാര്യങ്ങൾ മൊത്തം ഞാൻ നോക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ, അതും +2 കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പോൾ ഒന്നുമില്ലാത്തതിൽ നിന്ന് ഞാൻ ഇവിടെ എത്ര എത്തി. വീട്ടില് ഇതൊരു പട്ടിണി എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നിട്ടില്ല. അമ്മയും ആരെയും പട്ടിണി കിടത്തില്ല എന്ന് തീരുമാനിച്ച് ഞാൻ തുടങ്ങി. അത് ഇന്നും ഞാൻ വീട്ടുകാർക്ക് പുള്ളി അത്ര അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു, 1 വർഷം പോലും നീ നിൽക്കില്ല, ഭയങ്കര പാടാണ് അങ്ങനെയുള്ള ഒരു ജീവിതമൊക്കെ, മോൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റും. ഹലോ എവറി വൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ദിസ് ഇസ് നേഹ മാത്യു. നമ്മൾ ഇന്ന് അങ്ങ് ആലപ്പുഴയിലുള്ള ചേർത്തലയിലാണ് വന്നേക്കുന്നത്. 2 സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ജനസേവന കേന്ദ്രത്തിൽ കിട്ടാത്ത സേവനങ്ങളൊന്നുമില്ല. വെറും 2 വിരലുകൾ കൊണ്ട് ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിയിരിക്കും. അപ്പം അമേഷ് ചേട്ടനെയും ഗ്രീഷ്മ ചേച്ചിനെയും കാണാനാണ് നമ്മൾ ഇന്നിവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അവരുടെ അടുത്തേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, ഇരുന്നു. ഓക്കെ, അപ്പൊ ചേട്ടന്റെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ അമേഷ് ചേട്ടനും ഗ്രീഷ്മ ചേച്ചിയാണ്. അപ്പൊ ചേട്ടന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ബാക്കി ആൾക്കാർക്ക് എന്ന് പറയും. ഇപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ചേട്ടന്റെ സ്റ്റോറി ലോകം മൊത്തം അറിയാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചേട്ടന്റെ സ്റ്റോറിയും എങ്ങനെയാണ് ഇപ്പൊ ഉള്ള രീതി, നമ്മൾ എങ്ങനെയാണ് കഷ്ടപ്പാടുകളായിക്കോട്ടെ, അനുഭവങ്ങളായിക്കോട്ടെ, സന്തോഷങ്ങളായിക്കോട്ടെ, സങ്കടങ്ങളായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് സംസാരിക്കാൻ പോകണം. അപ്പം ചേട്ടന്റെ ചൈൽഡ്ഹുഡ് തൊട്ട് പറയുകയാണെങ്കിൽ, ചെറുപ്പകാലം തൊട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു അപ്പ, അമ്മ, കുടുംബം, അതൊക്കെ എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയും ചേച്ചി ഞാൻ, അങ്ങനെയാണ്. ഞങ്ങൾ 4 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പഠിക്കാൻ ചേർന്നപ്പോൾ തൊട്ട് ഞാൻ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചത് ഇവിടെ മധുരകം അടുത്ത് തന്നെയാണ്. മധുരകം UP സ്കൂളാണ്. അപ്പോൾ അവിടെ എന്നെ കൊണ്ടേക്കുന്നത് അന്ന് നമുക്ക് വണ്ടിയോ കാര്യങ്ങളൊന്നും ഇല്ല, അധികം ഓട്ടോയോ കാര്യങ്ങളൊന്നും ഓടാത്ത സമയം. അപ്പോൾ അന്ന് അമ്മ എന്നെ എടുത്തുകൊണ്ടാ പോയിക്കൊണ്ടത്. രാവിലെ ഇവിടുന്ന് ഏകദേശം വീട്ടിൽ നിന്ന് 3-4 കിലോമീറ്റർ വരും. രാവിലെ എന്നെ എടുത്ത് 4 കിലോമീറ്റർ എടുത്തുകൊണ്ട് പോകണം. അവിടെ റെയിൽവേ ഗേറ്റ് ഉള്ളതുകൊണ്ട് വണ്ടിയൊന്നും പോകത്തില്ല. അപ്പോൾ എൻ്റെ ബാഗ് എന്നെ എല്ലാം ആയിട്ട് എന്നെ രാവിലെ എടുത്തോണ്ട് പോകും. കൊണ്ടാക്കിയിട്ട് അമ്മ തിരിച്ചു വരും. പിന്നെ ഉച്ചയ്ക്ക് ചോറ് തരാൻ വരും. ചോറ് തന്ന് എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് തിരിച്ചു വരും. പിന്നെ 4 മണിക്ക് പിന്നെ വിളിക്കാൻ വരും. 3 നേരം പരിപാടി. 7ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ചേർത്തലയിലേക്ക് വന്നപ്പോൾ 7ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ടൗണിലേക്ക് മാറി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ടീച്ചേഴ്സും കൂട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. അവിടെ എന്നെ ഹൈസ്കൂളിൽ ചേർത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ആദ്യമൊക്കെ എന്ന് വെച്ചാൽ 1 മുതൽ ഒരു 3ാം ക്ലാസ് വരെയൊക്കെ എല്ലാ ദിവസവും പോകുന്നുണ്ടായിരുന്നു. ടീച്ചർമാർ പറയും എക്സാമിനൊക്കെ വന്നാൽ മതി, ആ ഒരു രീതിക്കായിരുന്നു. പിന്നീട് എല്ലാ ദിവസവും പോകുന്നിരിക്കണം, ക്ലാസ് മിസ്സാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതാണ്. പിന്നെ ഹൈസ്കൂളായപ്പോഴത്തേക്കും ഒരു ചേച്ചി, എൻ്റെ ചേച്ചി ഇപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പം
എന്നെ നോക്കാവുന്ന രീതിക്കാണ് ബോയ്സിനെ പഠിച്ചത്. ചേട്ടൻ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ അതിന് മുന്നിൽ തന്നെ ഒരു ബുക്ക് സ്റ്റോളിൽ ജോലിക്ക് ചെന്നു ചേച്ചി. സാലറി ഒന്നും കുറവാണ്, എന്നാലും എന്നെ നോക്കാൻ പറ്റുമല്ലോ എന്നുള്ള രീതിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ചേച്ചി ഉണ്ടാവും. ചേച്ചിക്ക് ജോലി ആവുമല്ലോ എന്ന രീതിക്ക് അങ്ങനെ നിന്നു. അവിടെ എന്നെ രാവിലെ കൊണ്ടാക്കും അമ്മ. ചേച്ചിക്ക് രാവിലെ പോകണം, എനിക്കൊരു 9 മണിയാകുമ്പോൾ ചെന്നാൽ മതി. അപ്പോൾ എന്നെ രാവിലെ അമ്മ കൊണ്ടാക്കും, ഉച്ചയ്ക്ക് ചേച്ചി ചോറ് തരും, പിന്നെ വൈകുന്നേരം അമ്മ വിളിക്കാൻ വരും. അങ്ങനെയാണ്. പിന്നെ ഒരു 9ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛൻ ആദ്യം പെട്ടിവണ്ടി വലിക്കുമായിരുന്നു. അതൊക്കെ അച്ഛനും അത് കൊടുത്തിട്ട് എനിക്ക് വേണ്ടി ഓർത്തെടുത്തു. കാരണം അവർക്ക് എന്നെ പഠിപ്പിക്കണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം അല്ലെങ്കിൽ ഇത്ര അച്ഛനും അമ്മയും ചേച്ചി ഇത്ര സപ്പോർട്ട് ചെയ്തത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓർത്തായിട്ട് അച്ഛനും അമ്മയും കൂടെ രാവിലെ എന്നെ കൊണ്ടുപോകും, ഒരുമിച്ച് കൊണ്ടുവരും. എന്നിട്ട് ഉച്ചയ്ക്ക് അമ്മ ചോറ് തരാൻ വരും. പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ വൈകുന്നേരം വിളിക്കാൻ പറ്റും. ആ ഒരു രീതിയായി. അങ്ങനെയാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതെന്ന് വെച്ചാൽ +2 ഫൈനൽ എക്സാമിന് 2 മാസം മുന്നെയാണ് അച്ഛന് ഒരു ഹർട്ട് പോലെ വന്നു, ഒരു മേലാതെ വന്നു. അച്ഛൻ ഹോസ്പിറ്റലായി മരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മ എന്നെ ഒരു മാസം കൊണ്ടുപോയാണ്, വേറെ വണ്ടി വിളിച്ച് കൊണ്ടുപോയാണ് പഠിത്തം പൂർത്തീകരിച്ചത്. അങ്ങനെ വിദ്യാഭ്യാസം +2 വരെ പഠിക്കണമെന്നുള്ളത് വീട്ടുകാരുടെ ആഗ്രഹമായിരുന്നു. അധികം സാധിച്ചു. ഇപ്പൊ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴാണെങ്കിൽ രമേശേട്ടൻ പറഞ്ഞത് അച്ഛനായിട്ട് ഭയങ്കര നല്ല ഒരു എന്താ പറയാ ബോണ്ടും ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അച്ഛനെ പറ്റിയിട്ട് എന്താണ്, ഇപ്പൊ എങ്ങനെയായിരുന്നു അച്ഛന്റെ ഒരു റോള് നമ്മുടെ ജീവിതത്തിൽ? അച്ഛന്റെ റോളെന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ അച്ഛൻ എല്ലാവരുമായിട്ടും അങ്ങനെ വലിയ കമ്പനിയാണ്. എന്നാലും അച്ഛന്റെ കാര്യങ്ങളൊന്നും ആരും തുറന്നു പറയത്തില്ല. അച്ഛന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് എന്നോട് മാത്രമാണ്. പിന്നെ ഈ പോയി ഓട്ടോക്കകത്ത് ഞാൻ ഇരുന്ന് ശീലമായി കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ ഇല്ലാണ്ട് ഒറ്റയ്ക്കിരുന്ന് പോകാനൊരു തിരിയാ. പിന്നെ ഞാനും അച്ഛനും കൂടെ പോകുന്നത്. അപ്പൊ ചിലപ്പോൾ 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ 6-7 മണിയാവും. ഞങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുക്കെ പോകും. അങ്ങനെ അവിടെയൊക്കെ കറങ്ങി ഒരു സമയത്തായിരിക്കും വരുന്നത്. അങ്ങനെ അച്ഛനുമായിട്ട് നല്ല ഇതായിരുന്നു. അപ്പോൾ അച്ഛൻ ആ സമയത്ത് പറഞ്ഞാൽ നമ്മുടെ +2 പഠിച്ചു കഴിയുമ്പോൾ അച്ഛന് കണ്ണിനൊക്കെ പ്രായം വരുന്നു. അപ്പോൾ രാത്രി കഴിഞ്ഞാൽ സന്ധ്യക്ക് വണ്ടി ഓടിക്കും. അപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു പെട്ടിക്കടയിട്ട് ഈ കട നിൽക്കുന്ന ഓഫീസ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അച്ഛൻ്റെ ഓരിസനാണ്. അപ്പം അച്ഛൻ പറയുമായിരുന്നു നമുക്ക് ഇവിടെ ഒരു പെട്ടിക്കടയിട്ട് നമുക്ക് 2 കൂടെ ഇരിക്കാൻ പോകാനെന്ന് പറയുമായിരുന്നു. എന്നത് മാത്രമേ വാങ്ങുള്ളൂ. അപ്പോൾ അച്ഛന് ആരെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം ജീവിതത്തിൽ. കാരണം അച്ഛനെ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമായിരുന്നു, എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. കാരണം മരിക്കുമ്പോൾ പോലും ഒരു നാട് മൊത്തം അവിടെ എന്തായാലും കരയാതെ പോയത് ആരുമില്ല. എല്ലാവരും കരഞ്ഞ് സങ്കടപ്പെട്ടതാ പോയത്. കാരണം ഇന്നും അച്ഛൻ്റെ നമ്പർ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട്, അച്ഛനെ തിരക്കി വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അച്ഛൻ പിന്നെ കുറേ നാൾ നമ്മുടെ ഇവിടെ റോത്തരക്കിലപ്പിൽ കേട്ടേക്കറായിട്ട് നിൽക്കുമല്ലോ, ഇത് 25 കൊല്ലത്തോളം. അപ്പോൾ അവിടുത്തെ സാറുമാരുമായിട്ടൊക്കെ നല്ല കമ്പനിയായിരുന്നു. അവരൊക്കെ ഇപ്പോഴും വിളിക്കും, ഒരാവശ്യം വരുമ്പോൾ വിളിക്കുന്ന ആ ഫോണിലേക്ക് അറിയാതെ പോലും. അപ്പോൾ ഹരിയെന്നും പറഞ്ഞ് വിളിക്കും. അച്ഛന് ഹരിയെന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് അമേശ്വരി എന്നാണ്. അങ്ങനെയാണ് ഹരിയെന്ന് ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛനുമായിട്ടുള്ള വെച്ചാൽ ഞാനിവിടെ കട വേണമെന്നുള്ള വാശിക്ക് ഞാൻ തന്നെ ചെയ്തെടുത്തതാണ്. അതെ. അപ്പൊ അതിലേക്ക് നമ്മൾ വരാണെങ്കിൽ അപ്പം അച്ഛൻ നേരത്തെ ആയിരുന്ന സമയത്ത് തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം അതിനുശേഷം അമേശേട്ടന് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല? എങ്ങനെയെങ്കിലും ഇപ്പം അച്ഛന്റെ ആഗ്രഹമാണെങ്കിൽ അത് നടത്തിയെടുക്കാന്ന് പറയുന്നത്. എനിക്ക് ഒരൊറ്റ ചിന്ത ഉണ്ടാവുന്നത് ഇതെങ്ങനെയെങ്കിലും അച്ഛൻ്റെ ആഗ്രഹം സാധിക്കുക, അത് കഴിഞ്ഞിട്ടേ വേറെ കാര്യം. അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ അച്ഛൻ മരിക്കുന്ന സമയം എന്ന് വെച്ചാൽ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിയുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. പിന്നെ അമ്മയാണ് അതൊക്കെ ഒരു ഞങ്ങൾ എന്തെങ്കിലും ഒരാൾക്ക് ഒരു ബാധ്യതയാകരുത്, ബന്ധുക്കാർക്കാണെങ്കിലും സ്വന്തക്കാർക്കാണെങ്കിലും ഒരു ഇതായിരുന്നൊരു ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അമ്മ കട്ട സപ്പോർട്ടായിരുന്നു കൂടെ. ഞാൻ എന്ത് പറയുന്നോ അതിന് കൂടെ നിൽക്കും. അപ്പോൾ അങ്ങനെ കൂടെ നിന്ന് ഞാൻ ആദ്യം കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ മൊബൈൽ റീചാർജ്, സിം ആക്ടിവേഷൻ അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് പോകുമായിരുന്നു.
കടയില്ലെങ്കിലും ഒരു കട പോലെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അത് കഴിഞ്ഞ് ലോട്ടറി കച്ചവടം തുടങ്ങി. ലോട്ടറി കച്ചവടം എന്ന് വെച്ചാൽ വീൽചെയറിൽ തന്നെ ഒരു പലക വെച്ചിട്ട് ഒരു കൊടയും വെച്ചിട്ട് ഞാൻ ചെയ്തു തന്നെ. അവിടെ ഞാൻ മൊബൈൽ വരെയും കച്ചവടം ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ലോട്ടത്തെ വെച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കച്ചവടവും ഞാൻ ചെയ്തു. ഞാൻ അത് ചെയ്യുമായിരുന്നു. പിന്നെ പോകെ പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ലോട്ടറി കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് ഒരു 6 കൊല്ലം 7 കൊല്ലം മുന്നേ പുള്ളിക്കാരിയെ പരിചയപ്പെടുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവിടെ ഇരുന്നിട്ട് ആലോചിക്കണ്ടാവും, പ്രൗഡായിരിക്കും ശരിക്കും പറഞ്ഞാൽ അമ്മേശ്വരനെ ആലോചിച്ചിട്ട്. അതെ, അച്ഛനും അമ്മയ്ക്കും ഇപ്പം അവരുടെ എന്നുവെച്ചാൽ അച്ഛനും അമ്മയ്ക്ക് ചേച്ചിക്കും അതെ. ഇപ്പൊ ഒന്നുമില്ലാത്തതിൽ നിന്ന് ഞാൻ ഇവിടെ എത്ര എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലൊന്നും ഉണ്ടായിട്ടല്ല, സേവിങ്സ് ആയിട്ടൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും വീട്ടില് ഇതൊരു പട്ടിണി എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നിട്ടില്ല. അമ്മയും ആരെയും പട്ടിണി കിടത്തില്ല എന്ന് തീരുമാനിച്ചാൽ തുടങ്ങി. അത് ഇന്നും ഞാൻ അവര് ഭയങ്കര പ്രൗഡായിട്ട് എല്ലാവരോടും ഇപ്പൊ ഇതെന്റെ മോനാണ്, മോൻ കഷ്ടപ്പെടുത്തുണ്ടാക്കി എടുത്തതാണെന്ന് പറയാൻ അവരെന്തായാലും നമുക്കറിയാലോ. ഈ ഒരു സേവന കേന്ദ്രം ഉണ്ടാക്കുക, അപ്പം ചേട്ടന്റെ അംഗീകാരങ്ങളുടെ കാര്യത്തിലേക്കൊക്കെ നമുക്ക് വരാം, അതിലേക്കൊക്കെ വരാതിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അവരെന്തായാലും ഉറപ്പാണ് അച്ഛനാണെങ്കിലും ആകാശത്തിരുന്ന് ഹെവനിൽ ഇരുന്നിട്ട് ആലോചിക്കുന്നുണ്ടാവും, എന്റെ മോൻ എന്റെ ആഗ്രഹം സാധിച്ചെടുത്തല്ലോ. ഇപ്പൊ ഞാൻ അച്ഛൻ ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ ചില സമയത്ത് ഞാൻ ആലോചിക്കാം, അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഇതിനേലും കുറച്ചുകൂടെ ഇതായിട്ട് പോയേനെ. അപ്പോൾ പിന്നെ ഞാൻ ചിലപ്പോൾ വിചാരിക്കും അച്ഛൻ്റെ അതേ സ്വഭാവം ഇവർക്ക്. അപ്പോൾ അച്ഛൻ്റെ അതേ സ്വഭാവം എന്ന് വെച്ചാൽ അച്ഛൻ്റെ അതേ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ചിലപ്പോൾ അച്ഛന് പകരം അച്ഛനായിട്ട് വന്നതായിരിക്കും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അച്ഛൻ്റെ അതേ ക്യാരക്ടർ, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ അമേശേട്ടന്റെ ഭാര്യയുണ്ട് കൂടെ, ഗ്രീഷ്മ ചേച്ചി. അപ്പൊ ഇവരുടെ നിങ്ങളുടെ പ്രണയത്തെ പറ്റി കേൾക്കാൻ എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്. എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്, എങ്ങനെയാണ് പ്രണയിച്ച് കല്യാണം വരെയൊക്കെ എത്തിയത് എന്നുള്ളത്? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺലൈൻ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാം. ഡിസൈനറായിട്ടും അതുപോലെ വീഡിയോ എഡിറ്റിങ് അങ്ങനെയൊക്കെ എഡിറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ രാത്രിയായിരിക്കും കൂടുതൽ വർക്ക്, അതോടായിരിക്കും വർക്ക് വരുന്നത്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്നുണ്ട്, പുള്ളിയാണ് എനിക്ക് വർക്ക് എടുത്ത് തന്നിട്ടുണ്ട്. പുള്ളിയുടെ കെയർ ഓഫിൽ വർക്ക് വരും. അപ്പൊ പുള്ളിയാണ് എന്നെ ആദ്യം ഗുരു എന്ന് വേണേൽ പറയാം, പുള്ളിയാണ് എന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. ജോസഫ് എന്ന് പറയും. അങ്ങനെ പുള്ളിക്കാരൻ എന്നെ പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുക. എങ്ങനെയാണ് റിക്വസ്റ്റ് പോയതെന്നൊന്നും എനിക്കറിയില്ല. ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെടുന്നത്. റിക്വസ്റ്റ് അങ്ങോട്ട് പോയതാണ്, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ഒറ്റ ദിവസമേ ആയിട്ടുള്ളൂ ഓപ്പൺ ചെയ്തിട്ട്. അത് കഴിഞ്ഞ് ഫസ്റ്റ് വരുന്ന റിക്വസ്റ്റ് പുള്ളിയുടെ ഫ്രണ്ട്സ് ഉണ്ട്. എന്ന് വെച്ചാ ആകെ 4-3-7 ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് പെട്ടെന്നെല്ലാം മടുക്കും എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ആ സമയത്ത് ഞാൻ വീട്ടിൽ തന്നെ പുറത്തേക്കൊന്നും എനിക്ക് പോകാൻ മാർഗമില്ല. വെച്ചേരില്ല, വണ്ടിയില്ല, ഒന്നുമില്ല. അപ്പോൾ കച്ചവടം കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഇപ്പം മറ്റേ സാധാ വീഴ്ചയാണ് തള്ളിക്കൊണ്ട് പോകുന്നത്. അത് അമ്മ വീട്ടിൽ കൊണ്ട് തള്ളിക്കൊണ്ട് പോകണം. എങ്ങും ദൂരെയൊന്നും തള്ളിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓട്ടോ വിളിച്ചാൽ പോകുന്നത്. വീട്ടിൽ വന്നാൽ പിന്നെ എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പ്യൂട്ടർ, എൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് റിക്വസ്റ്റ് പോയെന്ന് എനിക്ക് ഞാനായിട്ട് വിട്ടല്ല. അപ്പോൾ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഇങ്ങോട്ടാണോ ഹായ് വന്നു, ഞാൻ സംസാരിച്ചു. ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ അറിഞ്ഞിട്ടല്ല. അപ്പോൾ അങ്ങനെ സംസാരിച്ചു തുടങ്ങി. പിന്നെ ഒരു മനപ്പുറത്തോ തോന്നുന്നു. അങ്ങനെ സംസാരിച്ച് കൂട്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി ഇങ്ങോട്ട് പറയുന്നത് ഇഷ്ടമാണ്. കാരണം ഞാൻ അതുവരെ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യം നമ്മ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ ഞാനിങ്ങനെ വന്നപ്പോ പിള്ളേരാരും അങ്ങനെ അങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്യാറില്ലല്ലോ. പിന്നെ ഇപ്പൊ അതൊക്കെയല്ലേ. പിന്നെ ഇപ്പൊ നമുക്ക് ഇഷ്ടം ആരോട് തോന്നുന്നോ നമുക്ക് പോയി പറയാം, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ. പിന്നെ ഞാൻ ഇന്നത് ഞാൻ ഒരുപാട് എതിർത്തു. അങ്ങനെ നടക്കിയതാണെന്നാണ് ഞാനപ്പോ അന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ് കല്യാണം എന്നുള്ള കാര്യം ഒന്നും. ഞാൻ ഈ ഒരു ലക്ഷ്യം അതാണ് മുന്നിൽ കണ്ടത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതായി. ഞാൻ ഇപ്പം നടക്കില്ല, അങ്ങനെയാണ്, പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒരേ വാശി എന്ന് വെച്ചാൽ ഒരേ വാശി. അപ്പം ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക്
എൻ്റെ വീട്ടുകാരെക്കാളും കാര്യം പോകാം. അവരെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായിരുന്നു കുറേ പേര്. അപ്പം അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ഞാൻ പറഞ്ഞു. അവര് വന്നപ്പോൾ അവര് വന്നു, അവര് വിളിച്ച് സംസാരിച്ചു. അവര് വിളിച്ച് സംസാരിച്ചപ്പോൾ ഇവർ മാറ്റമൊന്നുമില്ല. അവര് ഗ്രീഷ്മേച്ചിനെ വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് മാറ്റമൊന്നുമില്ല. അവസാനം ഞങ്ങളെല്ലാവരും തിരിച്ച് ഒരു ദിവസം എറണാകുളം പോവാം, ഇവിടെ കണ്ടിട്ട് ഇവിടെ തീരുമാനിക്കട്ടെ. അങ്ങനെ വീട്ടിലൊന്നും പറഞ്ഞില്ല ഞങ്ങള്, വീട്ടിൽ പറയണ്ട. അപ്പൊ ഇവര് ഞാൻ ആദ്യമായിട്ട് പുറത്ത് പോകുന്നു, ഒറ്റയ്ക്ക് പുറത്ത് പോകുന്ന. അപ്പൊ കൂട്ടുകാർ വന്ന് നമുക്ക് ഒന്നിച്ച് പോകണമെന്ന് അവന്റെ വണ്ടി എത്തുന്നു വന്നു. ഞങ്ങൾ കൊണ്ടുപോകാൻ വേണം പറഞ്ഞ അവൻ എന്നെ കൊണ്ട് ലുലുമാളിൽ പോയി. അവിടെ വെച്ച് ഞങ്ങൾ കണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് മാറ്റമൊന്നുമില്ല. പിന്നെയും മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എന്നിട്ടും ഒരു രക്ഷയില്ല, ഇതാണ്. പിന്നെ വീട്ടിൽ കല്യാണം പറയുന്ന കാര്യങ്ങളൊക്കെ വരാൻ നോക്കിയപ്പോൾ പിന്നെയും രക്ഷയില്ല. പിന്നെ അവസാനം എൻ്റെ ഏച്ചിയോട് പറയുന്നതും പറയും. അപ്പോൾ അവർ വന്ന് എന്നൊരു കാര്യം അവർ ഇവിടെ വന്നൊന്ന് കാണട്ടെ. എന്നിട്ട് തീരുമാനിക്കാമെന്നും പറഞ്ഞു. നേരെ അവര് ഇവിടെ വന്നു. ചേച്ചിയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു. എന്നെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി കേട്ട് ചോദിച്ചു എങ്ങനെയുണ്ട്, എന്താ തീരുമാനം വെച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അന്ന് പറഞ്ഞ ധൈര്യം ഇപ്പോഴും പറഞ്ഞു കൊമ്പും വാഴൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞേ. അപ്പൊ അന്നത്തും മാറ്റമൊന്നുമില്ല. അവസാനം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവരുടെ അമ്മയും അച്ഛനെയും വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ എന്നെ തന്നെ പരിചയപ്പെട്ടു. ഞാൻ ഹാൻഡിക്യാപ്റ്റനാണ്, ഇങ്ങനെയാണ് കാര്യം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഏച്ചിക്കാണ് ഇങ്ങനെ ഒരു കല്യാണം ഞാൻ സമ്മതിക്കത്തില്ല. ചിലപ്പോൾ സമ്മതിച്ചിരിക്കണമെന്നില്ല. അതുപോലെ ഞാൻ പറയുന്നത് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സമ്മതിക്കും. അവർ വീട്ടുകാർ പറഞ്ഞ് സമ്മതിക്കാണ്ട് അത് വീട്ടുകാർ സമ്മതിച്ചു. എന്നിട്ട് വീണ്ടും കല്യാണാലോചനയൊക്കെ വന്നപ്പോൾ പിന്നെ എൻ്റെ വീട്ടിലും പറഞ്ഞു. എൻ്റെ വീട്ടുകാരത്തോടൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇവർ കട്ട സ്ട്രോങ് ആയിട്ട് വയ്ക്കുക. അവര് പറഞ്ഞ പിന്നെ അവർ പറഞ്ഞ പിന്നെ നിനക്ക് എന്താണെന്ന് പറഞ്ഞ് അവരെന്നെ ചീത്ത പറയുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ കല്യാണം എന്തെങ്കിലും തുടങ്ങിയപ്പോൾ പിന്നെ പുള്ളിക്കാരി നിൽക്കത്തില്ല, എന്തായാലും പറ്റുമല്ല, അല്ലെങ്കിൽ ഇത് ഭീഷണിയായി അതൊക്കെ പറയും. അങ്ങനെ വേദാമൃത്തം അമ്പലത്തിൽ വെച്ചാണ് കല്യാണമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അല്ല വേദാമൃത്തല്ല കളവങ്കുളം. അപ്പോ കളവങ്കുളം അമ്പലത്തിൽ വെച്ചാണ് കല്യാണം. അപ്പം എൻ്റെ ഒരു രീതി വെച്ച് ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പൊക്കോട്ടെ. അപ്പൊ പിന്നെ വേറെ കല്യാണമാണ് കാര്യങ്ങളൊന്നും വരില്ലല്ലോ. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞ കടയൊക്കെ സെറ്റായി. കാരണം നമ്മുടെ ഒരു ജീവിക്കാനുള്ള മാർഗം ഇപ്പൊ ലോട്ടറി കച്ചവടമായിട്ട് അങ്ങനെ ജോലിയായിട്ട് എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ താല്പര്യം കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ട് നമുക്ക് തിരിച്ച് നിന്നെ വിട്ടേക്കാം, എന്നിട്ട് സെറ്റായിട്ട് ഞാൻ വിളിക്കാം, അപ്പം അത് വന്നാൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടന്മാരും അരയന്മാരൊക്കെ പറഞ്ഞു നീ പോകണ്ട ഇവിടെ തോന്നോ. അല്ല അപ്പൊ എന്താ അമ്മീഷേട്ടന് ആദ്യം തൊട്ടപ്പം കല്യാണം വേണ്ട എന്നായിരുന്നോ? ഇങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. അന്നത്തെ കാര്യം ഞാനെന്ന് വെച്ചാൽ +2 വരെയും എന്തും എൻ്റെ മുന്നിൽ വരും. അച്ഛനും ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ഞാൻ വിചാരിക്കുന്നപ്പോൾ എൻ്റെ മുന്നിൽ വരും. ഞാനൊന്നും അറിയണ്ട, രാവിലെ തൊട്ട് പഠിക്കുക, TV കാണുക, അത് മാത്രമേ വേറെ ചിന്തകളൊന്നുമില്ല. പഠിക്കുക, TV കാണുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇരുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ചേഞ്ചാണ് എല്ലാം കൂടെ. പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം ഞാൻ നോക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അതും +2 കഴിഞ്ഞേക്കുന്ന സമയം, ഒരു 18 വയസ്സ് അത്രയേ ഉള്ളൂ. റെസ്പോൺസിബിലിറ്റി വന്നു. ഇപ്പോൾ ചേച്ചി കല്യാണത്തെയും കട വന്നായിരുന്നു. അങ്ങനെ അതൊക്കെ തീർക്കുക. ആരും വീട്ടിൽ വരരുത്, അച്ഛൻ ഇത് കൊടുക്കാനുണ്ട് എന്നും പറഞ്ഞ ആരും വീട്ടിൽ വരരുത്. അത് തീർത്തു. അന്ന് പോകാൻ അഡ്വാൻസ് അങ്ങനെ അതൊക്കെ തീർത്തു. കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെയാണ് മുന്നോട്ട് പോയത്. പിന്നെ മോട്ടിവേഷൻ സ്പീക്കറായിട്ട് പോകും. കാരണം മോട്ടിവേഷൻ സ്പീക്കറായിട്ട് പോയി എനിക്ക് വേറെ ആരെയും കഥ പറയേണ്ട കാര്യമില്ല. എനിക്ക് ഞാൻ തന്നെയാണ് അത് എല്ലാവരും വിളിക്കുന്നവരും അത് തന്നെയാണ് പറയുന്നത്. നീയായിട്ട് പറഞ്ഞാണ്. കാരണം അത് കേൾക്കാൻ ഒരുപാട് പേര്. പിള്ളേരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് NCC കേഡറ്റ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് അങ്ങനെയുള്ളവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പിള്ളേര് സ്കൂളിലാണ് പോകുന്നത്. സ്കൂളിൽ പോകുമ്പോഴത്തേക്കും അവര് അടങ്ങിയിരിക്കത്തില്ല. പക്ഷെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ
കഥ കേൾക്കാൻ ഭയങ്കര താല്പര്യം. അത് തന്നെയാണ് നമുക്ക് ഇൻസ്പിറേഷൻ. ചേട്ടൻ കഥ പറയുന്ന രീതിയും ഭയങ്കര രസമാണ്. നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരുന്ന സ്വന്തം കഥയാണെങ്കിലും ഇങ്ങനെ. കാരണം അത് മാത്രമല്ല, നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും പോകാറുണ്ട്. പിന്നെ ഇപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അപ്പൊ നമ്മളിപ്പോഴത്തെ കാലം അതാണ്. കാരണം 2-3 ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്കൊക്കെ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യും. അതൊക്കെ നമുക്ക് പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും ടെലി മാർക്കറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ഇനി അത് തുടങ്ങണമെന്നൊരു ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് പിള്ളേർക്കാണ് ഒരു ഏണിങ്സ് ആണ്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു മൊബൈലിൽ കൂടെ ചെയ്ത് ചെറിയ ചെറിയ ഏണിങ്സ്. അപ്പോ ഇപ്പൊ നമ്മൾ അമേഷേട്ടൻ പറയുന്ന സമയത്താണെങ്കിൽ ഫുൾ കേട്ടോണ്ട് ഇങ്ങനെ സൈഡിൽ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഗ്രീഷ്മ ചേച്ചി ഒന്നും പറയുന്നില്ല, ഇങ്ങനെ നോക്കിയിരിക്കണം. അപ്പൊ നമുക്ക് ഗ്രീഷ്മ ചേച്ചിയുടെ അടുത്തേക്ക് വരാം. ഇപ്പൊ ഫേസ്ബുക്ക് തുടങ്ങി എന്ന് പറഞ്ഞില്ലേ, ഫേസ്ബുക്ക് തുടങ്ങി ഫസ്റ്റ് വരുന്ന റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ റിക്വസ്റ്റ് വന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചു, ഇതാരാ ദൈവം, ഇതെന്താ പെട്ടെന്ന് എന്നെ അറിയോ, എന്തായിരുന്നു ആ സമയത്ത് റിക്വസ്റ്റ് വന്ന സമയത്ത് ആലോചന? അതൊക്കെ കുറെ വർഷമായില്ലേ. എന്നാലും ഓർമ്മ ഇതൊന്നും മറക്കത്തില്ലല്ലോ. പ്രണയമൊക്കെ നമ്മൾ മറക്കോ എന്ത് വന്ന് എത്ര വർഷമായാലും? അല്ല, അന്ന് എനിക്കറിയില്ലല്ലോ ഞാൻ ഈ പുള്ളിയെ പ്രണയിക്കുമെന്ന്. ഓ അത് ശരി. പക്ഷെ എന്നാലും ഉണ്ടാവില്ലേ? അല്ല, ഫസ്റ്റ് വന്നൊരു റിക്വസ്റ്റ് അല്ലേ നമ്മള്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു പരിപാടി അറിയത്തില്ലായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം തുടങ്ങുവാണ്. ഫേസ്ബുക്കിന്റെ അത്ര ആക്റ്റീവ് അല്ല ഞാൻ. യൂട്യൂബ് മാത്രം നോക്കി ഇങ്ങനെ നടന്നൊരു പെട്ടെന്ന് തുടങ്ങിയപ്പോഴേക്കും നമുക്കൊരു ക്യൂരിയോസിറ്റി എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്തു. കുറെ കഴിഞ്ഞപ്പോഴേക്കും ഒരു 2 ആഴ്ച ഞാൻ FB-ല് നിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കത് പറ്റിയ പരിപാടി ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇഷ്ടായില്ല. ഞാൻ ഇറങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് വന്നായിരുന്നു. പിന്നെ ഞാൻ നമ്പർ കൊടുത്തു. പക്ഷെ എപ്പോഴാണ് ഒരു പ്രണയം തോന്നിയത് അമീഷേട്ടനോട്? അത് ഒരു വിഷുവിന് ഞങ്ങളെ നാട്ടിൽ പോയി. അവിടെ റേഞ്ച് ഒന്നുമില്ല, അപ്പം സംസാരിക്കാനൊന്നും ഒരു ഇതില്ല. അപ്പം എനിക്കിങ്ങനെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു. ഞാൻ കണ്ടില്ല ഫോണ്, ഞാൻ ചെന്നു അവിടെ ചെന്നു. ഇവിടെ അന്ന് പുള്ളി എടുത്തില്ല. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറെ വിളിച്ചു, അവിടെ റേഞ്ച് ഇല്ല, മെസ്സേജ് അയച്ചിട്ടൊന്നും റിപ്ലൈ ഇല്ല. അത് മാത്രമല്ല ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തത് ഞാൻ ഫോൺ നോക്കിയില്ല. ഞാൻ കളഞ്ഞിരുന്നു. കുഞ്ഞു പിള്ളേരാണ്, അപ്പൊ കുഞ്ഞുങ്ങളാ. അപ്പൊ അവര് സമ്മതിക്കത്തില്ല. അമ്മാവെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ജീവനാണ്. ചേച്ചി ഏത് പിള്ളേരാണെങ്കിലും ഞങ്ങൾ പറയുന്നതാണ് കേൾക്കുന്നത്. ഇപ്പൊ പുള്ളിക്കാരി പറയുന്നത് നേരത്തെ എന്റെ മക്കളായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് എന്താ അതിന്റെ അപ്പുറം പോവില്ല. അപ്പൊ അവര് ഫോൺ വെച്ച് വെക്കും, ഞങ്ങൾ കളിച്ചാൽ മതി എന്നും പറഞ്ഞ് അവര് വെച്ച് വെക്കും. അപ്പൊ കുഞ്ഞു പിള്ളേർക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. എപ്പോഴത്തെ ആണേലും അതെ, പിള്ളേർക്ക് ഭയങ്കര കാര്യമാണ്. കാരണം അപ്പുറത്തെ വീട്ടിലാണേലും ഒരു കുഞ്ഞുണ്ട്, അവർക്ക് വരുന്ന ഭയങ്കര കാര്യം. അപ്പോൾ അവർ ഫോൺ മേടിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല. പിന്നെ പണ്ട് അച്ഛൻ ശീലിപ്പിച്ച വിഷുവിന് കുറേ പടക്കം വാങ്ങിച്ചു തരും. അതായത് എനിക്ക് നടന്ന് പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഇരുന്ന് കത്തിക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും എൻ്റെ സന്തോഷം അതാണ് അച്ഛൻ്റെ ഇത്. ചെറുതൊന്നാണേലും പോയി എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം മേടിച്ചിരിക്കുന്ന കുറേ തരും. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന അച്ഛനില്ലെങ്കിൽ കുഞ്ഞു മക്കൾ, അച്ഛൻ പിള്ളേരുണ്ടാകുന്നതിന് മുന്നേ അച്ഛൻ മരിച്ചു. അപ്പോൾ അപ്പൂപ്പൻ ഇല്ലാന്നൊരു കുറവ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ശീലം ഞാൻ ഇന്നും അവർക്ക് വേണ്ടിയിട്ട് ചെയ്യും. കാരണം എവിടെ നിന്നാണേലും അവർക്ക് വേണ്ട സാധനങ്ങൾ വിഷുവിനെ മേടിച്ചു. അന്നും ഞാനതുപോലെ മേടിച്ചുകൊണ്ട് കൊടുത്തു. അതൊക്കെ കത്തിക്കാനായിട്ട് എന്നെ വിളിച്ചോണ്ട് പോയി. ഞാൻ ഫോൺ നോക്കില്ല. പിറ്റേ ദിവസം ഞാൻ ഫോൺ വിളിച്ച് നോക്കുമ്പോൾ പരാതി വരിക മൊത്തം. എന്താ മിസ് ചെയ്തിട്ട്? എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു, ആലോചിച്ച് പറയാൻ പറഞ്ഞു. അന്നാണോ അപ്പൊ ആദ്യമായിട്ട് പറയണേ ഇഷ്ടമാണെന്ന്? വിഷുവിന്റെ അന്നാണ് പറയണേ. അപ്പം നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു? അപ്പൊ എന്തായാലും അമേഷേട്ടനും ഇഷ്ടമായിരിക്കും തിരിച്ച്? ഇല്ല. പിന്നെ എന്തായാലും ഉറപ്പായിരുന്നു പുള്ളിക്ക് ഇഷ്ടമല്ലാന്ന്. അതെന്താ അങ്ങനെ? ആ ഒരു വേലും പുള്ളി അങ്ങനെ ചിന്തിക്കുന്നത് പോലും ഇല്ലാന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അറിയാലോ ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇതാവുമ്പോഴും ഒക്കെ ഞാൻ എന്തോരം പിന്നാലെ നടന്നിട്ട് വിളിച്ചു. സത്യം കുറേ നാള് ഇങ്ങനെ കൺവിൻസ് ചെയ്ത്
ഗ്രീഷ്മ ചേച്ചിക്ക് ഇപ്പം അത്രയും ഇങ്ങനെ നമ്മളോട് അത്ര ഇഷ്ടം തോന്നുവാണല്ലോ. അപ്പൊ എന്താ ശരിക്കും നമുക്കിങ്ങനെ സംസാരിക്കുന്ന സമയത്താണെങ്കിലും അത്ര സംസാരിച്ച് വീഴ്ത്തിയോ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ നമുക്ക് ഇത്ര ഇഷ്ടം അമേശനോട് തോന്നാനുള്ളൊരു ഒരു എന്തായിരുന്നു? പോരട്ടെ. അല്ല, അന്ന് പുള്ളി ഭയങ്കര ജെനുവിൻ ആയിരുന്നു. എന്ന് വെച്ചാൽ സംസാരവും എല്ലാം. പോരട്ടെ അങ്ങോട്ട്, ഇവിടെ വരെ എത്തി നിൽക്കുന്നത് എനിക്കറിയാം, പുറത്തേക്ക് ഇങ്ങോട്ട് പറയുന്നില്ല. പുള്ളി ഭയങ്കര ജെനുവിൻ ആയിരുന്നു. അപ്പൊ നമുക്ക് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതെങ്ങനെ അങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. അങ്ങ് ഇഷ്ടമായിപ്പോയി. അങ്ങനെ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ നേരം വെച്ചിട്ട് പോയി. ക്രൂരമായി. ഞാനൊരു ദിവസം ഫോൺ ഓഫാക്കിട്ട് ഇന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവസാനം ഫോൺ ഓഫ് ചെയ്തു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് രാവിലെ ഞാൻ ഓഫ് ചെയ്തിട്ട് ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും പുള്ളിക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ഇവിടെ അടുത്തൊരു അനിയൻ ചെയ്യുന്നുണ്ട്. അനിയെന്ന് വെച്ചാൽ സ്വന്തമൊന്നും അല്ല, എന്നാലും ഞാൻ എന്റെ കാര്യമാണ് അവനെ അനിയനെ പോലെ ഞാൻ കാര്യമാണ്. അപ്പൊ ലിൻഡോ എന്ന് പറയും. അപ്പൊ അവന്റെ ഒരു റിലേഷനിലെ ചേച്ചി അവിടെ അക്കൗണ്ടിങ് ആയിട്ട് അക്കൗണ്ടൻസി ചെയ്തോണ്ടിരുന്ന ചേച്ചി അവന്റെ റിലേറ്റീവ് ആയിരുന്നു. എനിക്ക് അതറിയാമായിരുന്നു. ഞാൻ പിന്നെ ചേച്ചിയെ കൊണ്ട് അവനെ കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ വന്നിട്ട് ഒന്ന് ചേട്ടാ അത്യാവശ്യമാണ് വിളിക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ ചത്ത് കളയുന്ന പറയില്ല, വേഗം വിളിച്ചത്. ആ ചേച്ചിയെ ഞാൻ വിളിച്ചു. ആ ചേച്ചി വിളിച്ച മോളെ ഇവിടെ പോയി രക്ഷ ചെയ്ത കരച്ചിലും കുറവാണ്, നീ ഫോൺ ഓണാക്കെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഫോൺ മനപ്പൂർവ്വം ഓഫാക്കി വെച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു കാരണം ഞാൻ അന്ന് വിചാരിക്കുന്ന മൊത്തം ഒരു പെൺകുട്ടിയുടെ ജീവിതം ആ ഒരു രീതിക്ക് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ എന്നാലും ഒരാൾ ഇത്ര ഇഷ്ടമാന്ന് പറയുമ്പോ നമ്മള് അല്ല നമ്മളെ ഇപ്പൊ ഞാൻ അന്ന് ചിന്തിക്കില്ല. പുള്ളി അന്ന് ഇന്ന് നെന്മമരാണ്, ബാക്കിയുള്ളവരുടെ നന്മ അതാണ് ജീവിതവാക്യം. എനിക്ക് എന്റെ ചുറ്റുമുള്ള ആൾക്കാര്, എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാര് ഒരിക്കലും സങ്കടപ്പെടുന്ന എനിക്ക് ഇഷ്ടമാണ്. അതിന് ഞാൻ സങ്കടപ്പെട്ടാലും എനിക്ക് അവരെപ്പോഴും ചിരിച്ചിരിക്കണം. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. എത്ര സങ്കടം വന്നാലും ഞാൻ ചിരിക്കും. എന്റെ കൂടെ ഉള്ളവരെയും ഞാൻ ചിരിപ്പിക്കാൻ ഞാൻ നോക്കത്തുള്ളൂ. അപ്പൊ ഞാൻ കൂടെ എന്തെങ്കിലും അവര് ഹാപ്പിയാണ് ആകണം, അതാണ് നമ്മുടെ ഒരു ഇത്. അപ്പൊ ഞാൻ അന്ന് വിചാരിക്കുന്നത്, അന്ന് സാധാരണ ഒരാൾ വിചാരിക്കുക ഒരു പെൺകുട്ടി വന്നാൽ എന്റെ കാര്യങ്ങൾ ഓക്കെ ആവും, എന്റെ അമ്മ ഇല്ലെങ്കിലും എന്റെ അമ്മ എത്രണ്ണം ഉണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുക. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം പോകുന്നതാണ് ഞാൻ ചിന്തിക്കുക. റെഡി ആയിട്ട് നിൽക്കാണ്. എന്റെ അവസ്ഥ എനിക്കറിയാം. ഇനി ഇവരുടെ വീട്ടുകാരെ ഫസ്റ്റ് സമ്മതിക്കും, ഓക്കെ ആണ്, ഇവരുടെ പ്രശ്നക്കാരനായിരിക്കണം. അവര് ഒന്ന് സപ്പോർട്ട് കാണിച്ചു. പിന്നെ ഞാനും വിചാരിച്ചു പിന്നെ എന്നാ അങ്ങനെയെങ്കിൽ അങ്ങനെ അവര് സമ്മതിച്ചു. ഇപ്പം വീട്ടുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് അമേശേട്ടനോട് ഇഷ്ടം തോന്നിയല്ലോ. അപ്പൊ അമേശേട്ടനെ മതി അമേശേട്ടനെ കല്യാണം കഴിച്ച് അമേശനോട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഡിസിഷൻ എടുത്തൊരു സമയം ഉണ്ടല്ലോ. അപ്പൊ അത് വീട്ടിൽ അവതരിപ്പിക്കുന്ന സമയത്ത് വീട്ടിൽ എങ്ങനെയായിരുന്നു? അവര് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, തീരെ പ്രതീക്ഷിക്കുന്നില്ല. ഒക്കെ ആയി തീരുമെന്ന് ഡയറക്റ്റ് പറയാ ചെയ്തത്. എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, ഞാൻ കല്യാണം കഴിക്കുവാണെന്നുണ്ടെങ്കിൽ പുള്ളിയെ കഴിക്കത്തുള്ളൂ എന്നാ. ആ സമയത്ത് ഇങ്ങനെ കല്യാണാലോചനകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു? അപ്പൊ ആ സമയത്താണ് പറയണേ. അപ്പൊ എങ്ങനെയായിരുന്നു വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് ഇപ്പൊ ലേബൽ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അത് ഒത്തിരി എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പറഞ്ഞതിന്റെ ഒക്കെ ഒരു കുറവ് ലെവലിലും ഇങ്ങനെ ഉപദേശം കൂടുതൽ. അതെ അതെ അതെ, പുള്ളിക്ക് അറിയാലോ പുള്ളി എങ്ങനെയാണെന്ന്. അപ്പം നീ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ നോക്കേണ്ടി വരും, എനിക്കൊന്നും പറ്റില്ലല്ലോ ചെയ്യാനായിട്ട്. അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു 4-5 ആഴ്ചയോളം എന്നെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്. ഞാൻ പിന്നെ ഓക്കെ അപ്പം അവരുടെ വീട്ടുകാർക്ക് പുള്ളി അത്ര അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് കുറെ നാള് കഴിയുമ്പം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ 1 വർഷം പോലും, അവർക്കറിയാലോ ഞാൻ എങ്ങനെയാണ് എന്ന്. അപ്പം 1 വർഷം പോലും നീ നിക്കില്ല, ഇങ്ങനെ ഭയങ്കര പാടാണ് അങ്ങനെയുള്ള ഒരു ജീവിതമൊക്കെ, മോൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റും,
അപ്പോൾ ഉറച്ച ഇതായിരുന്നു അവര് അപ്പൊ കൺവിൻസ് ചെയ്യപ്പോ എന്തായാലും നമ്മുടെ പേരൻസ് നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കും. അത് നമ്മുടെ ആ പേരൻസ് അങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് അവരോട് അവര് എന്റെ മോശം ചിന്തിക്കുന്നില്ല. അപ്പം അവർക്ക് ആഗ്രഹം ഞാനിപ്പോ നല്ല ജോലിയൊക്കെ ഉള്ള, ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ആ ടൈമില്. അപ്പൊ ജോലിയൊക്കെ ഉള്ള പറ്റുവാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നൊരു മരുമകനെയാണ് അവർ നോക്കി കണ്ടിരുന്നത്. അപ്പോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചപ്പോഴേക്കും അവർക്ക് അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എത്ര കാലം എടുത്തു കൺവിൻസ് ചെയ്ത്? എന്നെ കൺവിൻസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ സംബന്ധിച്ചിട്ടല്ലായിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞത്. അവർക്ക് മനസ്സിലാവില്ല എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് വിളിച്ചു പറഞ്ഞു, എനിക്ക് വേറെ ആലോചനയൊക്കെ നോക്കുന്നുണ്ട്, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പുള്ളി പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് വേറെന്താ എങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് വേറെന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ബാക്കിയെല്ലാം പറ്റതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന സാധനം എനിക്ക് വേഗം വെക്കുന്ന സാധനം അതെന്തും എന്റെ കൂടെ ഉണ്ടാവും. അതെന്ത് സാധനം ആയിക്കോട്ടെ, ചെറിയ സാധനമാണെങ്കിൽ പോലും അതെന്റെ കൂടെ ഉണ്ടാവും. എങ്ങനെയാണെങ്കിലും ഞാൻ എടുത്തില്ല. നമ്മൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു കല്യാണത്തിന് ഒരു 3 ദിവസം മുന്നേ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അതെ മറ്റൊന്ന് കല്യാണമാണ് കേട്ടോ, ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്, നീ വരില്ലേന്ന് ചോദിച്ചു. എന്റെ അമ്മേ 2 ദിവസമാണ് ടൈം കൊടുത്തത്. 2 ദിവസം. കാരണം അറേഞ്ച്മെന്റ്സ് മൊത്തം എന്റെ ആവാം. നമ്മൾ ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി 2 ദിവസം മുന്നേ കാര്യങ്ങളൊക്കെ ഇവിടെയാണല്ലോ ചെയ്തത്. അപ്പൊ എന്റെ വലിയച്ഛന്റെ മക്കളുണ്ട്, ചേട്ടന്മാര്. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ചേച്ചി മാത്രമേ. ചേച്ചിയുടെ ഹസ്ബൻഡും പറഞ്ഞു അതേനും പറഞ്ഞു പിന്നെ കൂടുതൽ നോക്കണ്ട, നമ്മൾ കല്യാണം തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഇതൊന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാനാണ് അമ്മ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ കുറച്ച് പോകണം അമ്മ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോ അമ്മമാരൊക്കെ കാര്യം പറഞ്ഞു. അമ്മയുടെ 3 ആങ്ങളമാരുണ്ട്, അവരുടെ കാര്യം പറഞ്ഞു, അവരുടെ മക്കൾ പറഞ്ഞു. ഇവരൊക്കെ കേട്ട പാടി കേൾക്കാത്ത പാടി പറയുന്നത് ഇനിയൊന്നും നോക്കണ്ട, ഇനി കല്യാണം തീരുമാനിച്ചാൽ അപ്പൊ തന്നെ അവര് പോയി മുഹൂർത്തം നോക്കി. അപ്പൊ തന്നെ എന്റെ അറിവിനെ വിളിച്ച് ചേച്ചിയുടെ നേരെ പോയി മുഹൂർത്തം നോക്കി. ഫസ്റ്റ് കിട്ടുന്ന 1-ാം തീയതി, ഏപ്രിൽ 2-ാം തീയതി കല്യാണം. 1-ാം തീയതി നല്ല മുഹൂർത്താന്ന് പറഞ്ഞു ചോദിച്ചത്. ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പറ്റിക്കുന്ന 2-ാം തീയതി കേൾക്കാം. അത് 2-ാം തീയതി തീരുമാനിച്ചു. അപ്പോ എന്നിട്ട് ഇവിടെ വന്നു ബാക്കി കാര്യങ്ങൾ. അപ്പൊ വലിയച്ഛന്റെ മക്കളുണ്ട്, അവരും ഒരു രക്ഷയില്ല, ഭയങ്കര സപ്പോർട്ട്. അതുകൊണ്ട് വേഗം വാ നമുക്ക് വെറുതെ ഇറങ്ങാം. എല്ലാരും കട്ട സപ്പോർട്ടായിരുന്നു. എന്റെ ബന്ധുക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ട്. ബാക്കി എല്ലാവർക്കും സന്തോഷമായിരുന്നു. കണ്ടോ എന്തിനായി ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാര് എന്റെ വീട്ടുകാര് എല്ലാരും വിളിക്കാൻ പോന്നു. കല്യാണമായിട്ട് നടത്താമെന്ന് എല്ലാരും വിളിക്കുക. അവരെ വിളിക്കണം ഇവരെ വിളിക്കണമെന്ന് പറഞ്ഞ വിളിച്ചു വന്നപ്പോ ബന്ധുക്കൾ അവരെ വിളിക്കാതിരിക്കും. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ വലിയ ആൾക്കൂട്ടോ ബഹളമൊന്നും ഇഷ്ടമല്ല, നീ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. രമേശേട്ടൻ എനിക്ക് വലിയ ആൾക്കൂട്ടോ ബഹളമൊന്നും ഇഷ്ടമല്ല, അത് നോക്കണം കേട്ടോ, നമ്മള് അധികം പേരെയൊന്നും വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഇല്ല ഞാൻ അധികം പേരൊന്നും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കണ്ടീഷൻ വെച്ചത് എനിക്ക് റെഡ് കളർ ഇഷ്ടമല്ല കേട്ടോ എന്നാ പറഞ്ഞത്. റെഡ് കളർ ഇഷ്ടമല്ല, സാരി ഇഷ്ടമല്ല, അത് നോക്കിക്കോണേന്ന് പറഞ്ഞു. പിന്നെ പുള്ളി പറഞ്ഞ എല്ലാം സെറ്റാണ്. ഞാൻ ഒറ്റയ്ക്ക് അതെല്ലാം ചെയ്യാം. അപ്പൊ ഇവരൊക്കെ ഒന്ന് തീരുമാനിച്ചു, അവരെല്ലാം തീരുമാനിച്ചു. ഞങ്ങളുടെ റിലേഷൻ തന്നെ എന്തോ 19 പേര്. അവരെല്ലാരും വിളിച്ചു. എല്ലാരും പറഞ്ഞ എല്ലാരും കേട്ട സപ്പോർട്ട്. കല്യാണം കൊല്ലം എന്റെ കൂട്ടുകാർക്ക് പേരുകാന്ന് പറയും. കാരണം ഇത്രയും പേര് വിളിച്ചല്ലോ. അപ്പൊ എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കാര് തന്നെയാണ് ഇത്രയും വരുന്നത്. ഇവര് കൂടുതലും ചിന്തിക്കും എന്താ പറയാ, അവര് വന്നില്ലേ നമ്മൾ എന്ത് ചെയ്യും, ഇനി അവളെ വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അവൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും. അപ്പൊ അവൾക്ക് ഭയങ്കര ടെൻഷൻ. നിങ്ങൾ മേടിക്കാതെ അവള് വരും. കാരണം എനിക്ക് വളരെ ക്യാരക്ടർ അറിയാം. അവള് വരും, നിങ്ങൾ കഴിക്കും. തലേദിവസം ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് ഞാൻ വന്നു. ബാക്കി കാര്യങ്ങളൊക്കെ അവരേറ്റു. അപ്പൊ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു ഒരാള് പോയി ഇവിടെ വിളിക്കണം. അപ്പം ഒരാള് പോയി മാല ബൊക്ക മുല്ലപ്പൂ കാര്യങ്ങളൊക്കെ മേടിക്കണം. ഒരാൾ എന്നെ വിളിക്കാൻ പറഞ്ഞു. കൂട്ടുകാരെ ഓരോരുത്തരെ ഓരോ പരിപാടി ഏൽപ്പിച്ചു. കൂട്ടുകാരായിരുന്നു മെയിൻ ആ സമയത്ത് കല്യാണത്തിന്. അന്നും ഇന്നും എപ്പോഴും കൂട്ടുകാരല്ലേ. രാവിലെ ഒരു 6 മണിയായപ്പം എന്നെ ഇവിടെ വിളിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു ഓക്കെ ശരി.
ഞാൻ ഫോൺ കത്തിയിട്ട് നേരെ എൻ്റെ കൂട്ടുകാരൻ പ്രവീൺ എന്ന് പറയും. അപ്പൊ പ്രവീണിനെയാണ് ഞാൻ ഇവിടെ വിളിക്കാൻ ഏൽപ്പിച്ചത്. നമ്മൾ മാല വാങ്ങിക്കണം, ഇവിടെ വിളിക്കണം, റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഇവിടെ വിളിക്കണം. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, കട്ട ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട്. പ്രവീണ്, സിനാസ്, രാഹുൽ, കൃഷ്ണകുമാർ, പിന്നെ ശ്യാം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ അജീഷ്, ഇതൊക്കെ ഉണ്ട്. കുറെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ല. ഇവരൊക്കെ നമുക്ക് എൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ്. ഇവര് വന്നു, ഞാൻ പ്രവീണ വിളിച്ച് വന്നതാ, അവിടെ ഇറങ്ങി പോയി വിളിച്ചേക്കണമെന്നോ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് പകുതി ശ്വാസം നേരെ വീണു. ഞാൻ എന്നിട്ട് ഞാൻ മറക്കണം ഇറങ്ങി. അത് ശരി. കാരണം ഞാൻ മറക്കില്ലായിരുന്നു. 2 ദിവസമായിട്ട് ഇതിന്റെ അവൻ്റെ കാര്യം ഞാൻ അടക്കം തുടങ്ങി. അപ്പൊ അതിന് കാര്യം ചേച്ചിയൊക്കെ വരുന്നുണ്ട്. അജേഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരനുണ്ട്. അവൻ കാറുമായിട്ട് വന്നിട്ടൊരു 10:30ക്കാണ് മുഹൂർത്തം. 10-നും 10:30ക്ക് ഇറങ്ങി. 9 വീട്ടിൽ വന്നിട്ട് അവനുണ്ട്. അപ്പൊ അതേപോലെ ഞങ്ങൾ പറയണം. അവൻ വന്നു കുറേ ചീത്ത നിന്റെ കാര്യമൊന്നും തന്നെയാണെന്ന് ചോദിച്ചു. ഞാൻ അവൻ എനിക്ക് പൊളിച്ച് എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മള് കല്യാണത്തിന് വേണ്ടി ഞാനവിടെ ചെന്ന് റെഡിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും നീ റെഡി ആയെന്ന് ചോദിച്ചു. റെഡിയായി. ഞാൻ എന്റെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള സംഭവം ഒന്നും എടുത്തില്ല. ഞാനൊന്നുകൂടെ പോയിട്ട് വരാന്നോ കൂട്ടുകാരനെ വിടാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാം എടുത്തത് പോലെ എന്നെ എല്ലാം വിളിച്ച് ഓർമ്മിപ്പിച്ചു. അത് വേണം, ഇത് വേണം, ഫോട്ടോ. നമ്മള് കല്യാണം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വാലിഡാണ്. അപ്പൊ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവരണം. അപ്പൊ EG പ്രൂഫ്, അഡ്രസ് പ്രൂഫ് കൊണ്ടുവരണം, ഫോട്ടോ ഒക്കെ കൊടുക്കണം. ഇതൊക്കെ എല്ലാം എടുക്കാൻ എല്ലാം എടുത്തു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എല്ലാം എടുക്കാൻ മറന്നുപോയി. എല്ലാം പറഞ്ഞിട്ട് അവസാനം മറന്നുപോയി. പിന്നെ ഫോണിലെ എല്ലാ ഡോക്യുമെന്റ്സും എന്റെ ചെയ്തെന്ന് വെച്ചാൽ എന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ സ്കാൻ ചെയ്ത് ഡ്രൈവിലേക്ക് ഇട്ടേക്കും. ഞാൻ എല്ലാം ഞാൻ മെയിലിട്ടേക്കാം. ഇതൊന്ന് വന്നു ഇതൊരാൾ ഇറക്കി അവിടെ എത്തി. ഞാൻ ഒരു വണ്ടിയായിട്ട് പോയി, ഒരു വണ്ടി അവിടെ ഇട്ടു. എന്നൊക്കെ ചെന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 3 കല്യാണം അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ ചെന്ന് കല്യാണം മതേ 50 മതേതായിരിക്കും. അവിടെ നോക്കിയപ്പം ഞാൻ 50 പേരില്ല, അത്ര താഴെ വിളിച്ചത്. പക്ഷെ വിളിച്ചവര് കൂടുതൽ ആൾക്കാർ വന്നു. ചേട്ടന്മാരുടെ ഓഫീസിൽ നിന്നുള്ള ആൾക്കാരും അങ്ങനെ വിളിക്കാത്ത കുറെ പേരുണ്ട്. അത് കൂടാതെ ഞാൻ നോക്കുമ്പോ ഒരു 10, 150, 200, 300 പേരുണ്ട്. ഞാൻ ഒരു ടെൻഷനിൽ നിൽക്കാണ് നമ്മള്. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഫ്രണ്ടിൽ കുറെ ആൾക്കാര്. കാരണം ഞാൻ അത്രയൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. നമ്മള് പറഞ്ഞേക്കുന്ന എന്നെയും വിളിച്ച് പറഞ്ഞേക്കുന്ന അധികം ആൾക്കാരൊന്നുമില്ല, ഒരു 50 താഴെ ഉണ്ടാവുള്ളൂ. ഞാൻ നോക്കുമ്പോ വേറെ സ്ഥലത്ത് കല്യാണ ചെക്കന്മാരും പെണ്ണും അവരൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. അവരുടെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് കണ്ണേനെ നോക്കി നിൽക്കുന്നുണ്ട്. കല്യാണം ചെറുക്കന്റെ അച്ഛനും അമ്മയൊക്കെ എന്റെ കല്യാണത്തിന് വന്നു. ഞാൻ നോക്കുമ്പോ ചെറുക്കനും പെണ്ണും മാത്രം ദൂരം മാറി. 3 കല്യാണം ചെക്കനും 3 പെണ്ണും അവിടെ നിൽപ്പുണ്ട്. ബാക്കി അച്ഛനും അമ്മയും അതൊക്കെ എല്ലാരും അവിടെ. പിന്നെ അടുത്തുള്ള ഓട്ടക്കാര്, അതിന്റെ ഇടയ്ക്ക് എന്റെ കൂട്ടുകാരന്മാര് ഫേസ്ബുക്കിൽ ലൈവ് പോയി കാണുന്ന അറിയുന്ന. അപ്പൊ എന്നാ അന്നും ഒരുപാട് പേർക്ക് അറിയാം. അപ്പൊ അന്ന് ഞാൻ അധികം പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ ഒന്നും ഒരുപാട് പേർക്ക് അറിയാം. അപ്പൊ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വണ്ടി എടുത്ത് വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്ന് ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നു ഒരു കല്യാണം ലൈവ് കണ്ടേക്കുന്ന അന്നത്തെ കാലത്ത് എന്റെ ആയിരിക്കും ഏകദേശം ഒരു 15,000-ഓളം ആൾക്കാരാണ് ഒരു ദിവസം കൊണ്ട്. അന്നത്തെ കാലത്ത് അന്ന് ഫോണില്ല, മൊബൈലില്ല, കാര്യങ്ങളൊന്നുമില്ല. അന്നത്തെ കാലത്ത് 1 മണിക്കൂർ ഫേസ്ബുക്കിൽ ലൈവ് മാത്രമേ എന്താ അല്ല ഈ 2 ദിവസത്തില് കല്യാണം എന്ന് വിളിച്ചു പറഞ്ഞ് അതിപ്പോ നമ്മള് സിനിമാറ്റിക് ആലോചിക്കുമ്പോ ശരിക്കും ഒരു സിനിമ കാണുന്ന പോലെ ഉണ്ട്. നമ്മള് വീട്ടിൽ നിന്ന് ചാടണം, നമ്മള് കല്യാണത്തിന് പോകണം, ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ ഞാൻ ദൈവമേ എങ്ങനെയായിരിക്കും എന്നിട്ടുണ്ടാവാന്ന്. അപ്പം അന്നത്തെ ദിവസം രാവിലെ 6 മണിക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ 6 മണിക്ക് ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയാ എന്താ ഇനി നടക്കാൻ പോണ ദൈവമേ, ശരിക്കും കല്യാണം കഴിക്കാൻ പോകണം, അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലാന്നോ? ഇല്ലായിരുന്നു. ആലോചിച്ചില്ല. ഞാനൊന്നും ആലോചിച്ചില്ല. നേരെ എനിക്ക് ഈ ചേട്ടനെ മതി, ഇനി എന്തായാലും വേണ്ടില്ല, ഞാൻ കെട്ടിയേ മതിയുള്ളൂ, അങ്ങനെ ഒരു ഇതില്ലേ അങ്ങ് പോയതാണോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ഒറ്റ ചിന്തയുള്ളു. ഞാൻ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. PSC ക്ലാസ്സിന് പോകണമെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങി. പരീക്ഷ എന്ന് പറഞ്ഞ അമ്മയുടെ അനുഗ്രഹം വായിച്ചു. അല്ല എന്നെ വിളിച്ചു പറഞ്ഞു. ഞമ്മൾ എന്താ അമ്മ എന്ത് ഇല്ല, ഞാൻ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. നമ്മൾ എന്തിന് പരീക്ഷ എന്ന് മതി. ഞാൻ നല്ലതാ. എന്റെ അമ്മ ഇത് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ അതൊക്കെ അവരിപ്പൊ ആലോചിക്കുമ്പോ അവരൊന്നും
അവർക്ക് പ്രശ്നമൊന്നുണ്ടാവും. അയ്യോ ഇത് കോമഡി. അമ്മയെ കാണിക്കണ്ട. അയ്യോ എന്നിട്ട് പറ കേക്കട്ടെ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സൊക്കെ കയറി നമ്മള് എക്സാം എഴുതാൻ വരിക. അല്ല എക്സാം പരീക്ഷയാണല്ലോ. ഇതില് തോറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തിരിച്ച് വീട്ടിൽ പോലും കയറാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് ബസ്സില് കയറി കഴിഞ്ഞപ്പോഴേക്കും വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞാൻ വണ്ടി കയറി പറഞ്ഞു. ആന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങി. ഒന്നും ചിന്തിക്കണ്ടല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ വരെ ഞാൻ ഉറങ്ങി. ഉറങ്ങാൻ പറ്റി, കുഴപ്പമില്ലായിരുന്നു. കേറിയപ്പോ തന്നെ അല്ല എനിക്ക് ടെൻഷൻ ഒത്തിരി വന്നാൽ ഞാൻ കിടന്ന് ഉറങ്ങും. അതാകുമ്പോ ടെൻഷനെ പറ്റി ആലോചിക്കണ്ടല്ലോ. ടെൻഷനെ കുറിച്ച് ചിന്തിക്കാൻ ഞാനിടയ്ക്ക് അങ്ങനെ കേട്ടോ. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ടെൻഷൻ വരുമ്പോഴേക്കും ഫുഡ് കഴിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ കിടന്നുറങ്ങി. എനിക്ക് രണ്ടും ഫുഡ് കഴിക്കും ഇങ്ങനെ, അല്ല ഉറങ്ങണം അല്ല വായിക്കണം. ഒന്നിനും വായിക്കാൻ പിന്നെ മനസ്സ് കൈപ്പിടിയിലല്ലാത്തോണ്ട് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ചേട്ടൻ എന്നെ വിളിച്ചെണീപ്പിച്ച് വിട്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടന്റെ അടുത്ത്, ചേട്ടാ എന്നെ ഒന്ന് ചേർത്തല ഇറക്കി വിട്ടേക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി വിളിച്ചെണീപ്പിച്ച് വിട്ട് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടായി വന്നപ്പോണ്ട് ഞാൻ ഹായൊക്കെ കാണിച്ച് ടാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങ് പോന്ന് കഴിയുമ്പോഴേക്കും ചേട്ടായിന്റെ അടുത്ത് വെച്ച് നിനക്ക് പേടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു എന്തിനു, എന്തായാലും തീരുമാനിച്ചില്ലേ, എന്തായാലും തീരുമാനമായി. ഇനിയിപ്പോ ഞാൻ ചിന്തിച്ചിട്ട് രണ്ടാമത് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാനൊക്കെ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്ത പിന്നെ അതിനെ കുറിച്ച് രണ്ടാമതൊന്നും ചിന്തിക്കുന്നില്ല. കാരണം പുള്ളിയുടെ കൂടെയുള്ള എന്റെ ജീവിതം നേരത്തെ എഴുതി വെച്ചതോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് മാറ്റം വരുത്താൻ നമുക്ക് പറ്റും. പക്ഷെ ഡെസ്റ്റിനി പോലെ ഇതാണ് നമ്മുടെ ജീവിതം എന്നുള്ളൊരു ഇത്. ഇനിയിപ്പ കൂടുതൽ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ കയറി കഴിഞ്ഞപ്പോഴേക്കും എന്റെ ചുറ്റിനും എല്ലാരും ടെൻഷൻ അടിച്ചു കിടക്കുമായിരുന്നു. എനിക്ക് പിന്നെ ഒരാള് സുഖമായി കിടന്ന് ഉറങ്ങുക. അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടുകാർക്കൊന്നും ടെൻഷൻ ഇല്ല. ഇവിടെ വരുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. വിളിച്ചപ്പോ പക്ഷെ കൂട്ടുകാർക്കുള്ള പേര് ഇത്രയും പേര് വരുന്നു. അവർക്ക് അവരുടെ കുഴപ്പമില്ല. എനിക്കൊരു പ്രശ്നം വന്നാൽ അവർക്ക് ഇഷ്ടമല്ല. അതുപോലെ എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇപ്പം കൊറേ സ്ഥലത്ത് നടക്കുന്നുണ്ടല്ലോ ഇങ്ങനെ പ്രണയത്തില് പറഞ്ഞു പറ്റിക്കും നടക്കുന്നുണ്ടല്ലോ. ഇപ്പം എന്റെ അടുത്തും ചോദിച്ചായിരുന്നു ഇങ്ങനെ ഈ പറ്റിക്കുവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കട്ടെ. അതെ, അന്ന് ശ്രമിച്ചു നോക്കട്ടെ. അന്ന് എനിക്കറിയില്ലല്ലോ, എന്നാരെങ്കിലും പിടിച്ചു വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും. പക്ഷെ ഇവരെ വന്നില്ല എന്നെങ്കിൽ അവരുദ്ദേശിച്ച് ഇവർ വന്നില്ലെങ്കിൽ ഞാൻ ഇത്രയും പേരുടെ മുന്നിൽ അതാണ് അവരുടെ പേര്. അല്ല വേറെ പേരൊന്നുമില്ല. വന്നത് ഞാൻ ഇത് അതിനെ കുറിച്ചൊന്നും ഞങ്ങള് ഇങ്ങനെ കൂടുതൽ സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിക്കുന്നു, ഓക്കെ കല്യാണം കഴിക്കാം, ഇത്രയായിരുന്നു. അത്രേ ഉള്ളൂ.